നമസ്കാരം. ഭക്തരെ കാക്കുന്ന ദൈവങ്ങൾക്ക് പോലും സ്വസ്ഥതയില്ലാത്ത നാളുകളിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൺകണ്ട ദൈവത്തിന്റെ വിഗ്രഹമടക്കം അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ഭഗവാന്റെ അടിവേര് തന്നെ മാന്തുന്ന കാഴ്ച. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെല്ലൊന്നുമല്ല ജനമനസ്സുകളെ പിടിച്ചുലച്ചത്. ഇതിനു പിന്നാലെ കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ കൊള്ളയുടെ കണക്കുകളും പുറത്തു വരികയുണ്ടായി. അക്കൂട്ടത്തിലൊന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ക്രമക്കേടുകൾ. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗുരുവായൂരിലെ ഇത്തരം ക്രമക്കേടുകൾ ക്രൈം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോഴിതാ അടുത്ത കാലത്തായി വീണ്ടും ഗുരുവായൂരിലെ അഴിമതികൾ ചർച്ചയാവുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തുടർച്ചയായ ഓഡിറ്റുകൾ, ക്രമക്കേടുകൾ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു എന്നിവയുടെ ദുരുപയോഗം എന്നിവയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ദൈനംദിന ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന സ്വർണ്ണ, വെള്ളി വസ്തുക്കൾ ഇത് നിരീക്ഷിക്കുന്ന ഡബിൾ ലോക്ക് രജിസ്റ്ററിൽ ഓഡിറ്റ് നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന പൊരുത്തക്കേടുകളാണ് വെളിപ്പെട്ടത്. ഉപയോഗത്തിന് ശേഷം തിരികെ നൽകിയ ഇനങ്ങൾക്ക് പലപ്പോഴും വിശദീകരിക്കാനാകാത്ത ഭാരം കുറഞ്ഞതായി കാണിച്ചു. 10 മാസത്തിനുള്ളിൽ ഒരു വെള്ളിക്കലം 1.19 കിലോഗ്രാം കുറഞ്ഞു. മറ്റൊരു വിളക്ക് 100 കണക്കിന് ഭാരം കുറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ തിരികെ നൽകിയത് അതേ മെറ്റീരിയൽ പോലും ആയിരുന്നില്ല. ഒരു സ്വർണ്ണ കിരീടത്തിന് പകരം ഒരു വെള്ളി ആഭരണം നൽകി. 2.65 കിലോഗ്രാം വെള്ളി പാത്രത്തിന് പകരം 750 ഗ്രാം മാത്രം ഭാരമുള്ള ഒന്ന് നൽകി. എന്നാൽ ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ അന്വേഷണത്തിനോ ഉത്തരവാദിത്തപ്പെട്ട നടപടിക്കോ പോലും കാരണമായില്ല. ഒരു നടപടിയും അന്വേഷണവും ഇതിലുണ്ടായില്ല. 2019-2020 ഓഡിറ്റിൽ ഭക്തർ സമർപ്പിച്ചതും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്നതുമായ 17 ചാക്ക് മഞ്ചാടിക്കുരു അപ്രത്യക്ഷമായതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിലോയ്ക്ക് 100 രൂപയ്ക്ക് ലേലം ചെയ്ത ചാക്കുകൾ ലേലത്തിൽ വിജയിച്ചയാൾ ഒരിക്കലും ശേഖരിച്ചില്ല. അവ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഒരു ദേവസ്വം ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോകുന്നത് CCTV ദൃശ്യങ്ങളിലും കാണാം. സ്ഥല പരിപാലനത്തിനായി ചാക്കുകൾ അടുത്തുള്ള ഒരു ഗോഡൌണിലേക്ക് മാറ്റിയതായി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. എന്നാൽ തുടർന്നുള്ള രേഖകളിൽ അവ എവിടേക്കാണ് പോയതെന്നോ അടുത്ത ലേലത്തിൽ ഉൾപ്പെടുത്തിയോ എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ വ്യക്തതയില്ല. ഏകദേശം 2 ടൺ ഭാരമുള്ള 4 ചെവികളുള്ള വെങ്കല പാത്രത്തിന് ഒരിക്കലും രസീത് നൽകുകയോ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയോ ആരുടെയെങ്കിലും കസ്റ്റഡിയിൽ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ക്ഷേത്രം തന്നെ കിലോയ്ക്ക് 1.47 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന കാശ്മീരി കുങ്കുമം പോലെയുള്ള വിലയേറിയ വസ്തുക്കൾ ഭക്തർ പതിവായി കാണിക്ക് നൽകുന്നുമുണ്ട്. ഭക്തർ നൽകുന്ന കാശ്മീരി കുങ്കുമം രേഖകളിൽ വരുന്നില്ല. എന്നാൽ അത്തരം വഴിപാടുകൾ ഒരു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പരിപാലിക്കുന്ന ഒരു വ്യക്തിഗത രജിസ്റ്ററിൽ ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് രസീത് സംവിധാനം മറികടന്നുകൊണ്ട് ഓഡിറ്റ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നു. രേഖകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ 2019-2020, 2020-2021 ഓഡിറ്റ് റിപ്പോർട്ടുകളിലായി വ്യാപിച്ച കണ്ടെത്തലുകൾ കാണിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ അപാരമായ സമ്പത്തും പവിത്രതയും ഉണ്ടായിരുന്നിട്ടും അതിന്റെ മാനേജ്മെന്റ് സംവിധാനങ്ങൾ ദുർബലവും അവ്യക്തവും ദുരുപയോഗത്തിന് തുറന്നിടുന്നു. ഇത്തരം ആരോപണങ്ങൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകളായി മാറുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ കോട്ട സങ്കേതത്തിൽ ആനക്കൊമ്പുകൾ കൈകാര്യം ചെയ്തതാണ് വീഴ്ചകളുടെ കേന്ദ്രബിന്ദു. 2019-20 വർഷങ്ങളിലെ ഓഡിറ്റ് വിശദാംശങ്ങൾ കാണിക്കുന്നത് ആ വർഷം ആനക്കൊമ്പ് വെട്ടിമാറ്റലും ആനക്കൊമ്പ് കൈകാര്യം ചെയ്യലും 522.86 കിലോഗ്രാം ആയിരുന്നു എന്നാണ്. എന്നാൽ ഇത് ഇപ്പോൾ എവിടെയാണ്? നിയമം അനുശാസിക്കുന്നത് പോലെ ഇവയൊന്നും തന്നെ വനം വകുപ്പിന് കൈമാറിയിട്ടില്ല. 2019 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ 505 കിലോഗ്രാം ഉണ്ട്. സെപ്റ്റംബർ 26, 2019 കാലഘട്ടത്തിലേതാണിത്. 14.18 കിലോഗ്രാം ആയിരുന്നു സെപ്റ്റംബർ 19, 2019 കണക്ക്. 2018-19 ബാലൻസ് വരുന്നത് 2.35 കിലോഗ്രാം ആണ്. ഏപ്രിൽ 22, 2019 ഇത് 730 ഗ്രാം ആണ്. ജൂലൈ 14, 2019 കണക്കെടുത്താൽ ഇത് 320 ഗ്രാം ആണ്. ജൂലൈ 29, 2019 കണക്കെടുത്താൽ 280 ഗ്രാം. ഇത്തരത്തിൽ തൂക്കമുള്ള കൊമ്പുകളും ആനക്കൊമ്പിന്റെ കഷ്ണങ്ങളുമുണ്ട്. ഇവയെല്ലാം തന്നെ നീക്കം ചെയ്യുകയോ രേഖകളില്ലാതെ കൈവശം വയ്ക്കുകയോ ചെയ്തു.
വനം വകുപ്പിന് കൈമാറേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപ്രകാരം ഇവർ ചെയ്തിട്ടില്ല. നിർബന്ധിത മഹസർ അഥവാ പിടിച്ചെടുക്കൽ മെമ്മോ, ഹാൻഡ് ഓവർ രസീതുകൾ ഇതൊന്നും തന്നെ കാണാനുമില്ല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തുടർച്ചയായ ഓഡിറ്റുകൾ, ക്രമക്കേടുകൾ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു ഇവയുടെയെല്ലാം ദുരുപയോഗമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രേഖകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ദേവസ്വത്തിന് സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ 2019-20, 2020-21 ഓഡിറ്റ് റിപ്പോർട്ടുകളിലായി വ്യാപിച്ച കണ്ടെത്തലുകളാണ് ഇത് വ്യക്തമാക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആനക്കൊമ്പ് സ്വത്തുക്കളുടെ നിയമലംഘനത്തിന്റെ വ്യാപ്തിയും ആശങ്കാജനകമായ അപകട സാധ്യതയും ഈ പരാമർശം അടിവരയിടുന്നു. വലിയൊരളവിൽ ആനക്കൊമ്പ് നിയമപരമായ മേൽനോട്ടത്തിന് പുറത്ത് യാതൊരു തുമ്പും ഉത്തരവാദിത്വവുമില്ലാതെ സൂക്ഷിക്കുകയോ എവിടെയെന്നറിയാത്ത അവസ്ഥയിലുമുണ്ട്. ഓഡിറ്റ് കണ്ടെത്തലുകളോട് പ്രതികരിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധിക്ക് മുൻപുള്ള കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം. നിലവിലെ ഭരണസമിതി ചുമതലയേൽക്കുന്നതിന് മുൻപുള്ള സമയത്താണ് ഈ വിഷയം. ഇതിനോടകം തന്നെ കോടതിയുടെ മുൻപാകെ വന്നതാണ്. അവിടെ ദേവസ്വം മറുപടി നൽകുകയും ചെയ്തു. 2022 മുതൽ ദേവസ്വത്തിന്റെ 6 ആനകൾ ചത്തിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം തന്നെ വനം വകുപ്പിന്റെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയത്. ആനക്കൊമ്പ് ഒരിക്കലും ഞങ്ങൾക്ക് കൈമാറിയില്ല. ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാത്രമേ ലഭിക്കൂ. ഓഡിറ്റ് റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ അതിനു മുൻപുള്ള ഒരു കാലഘട്ടത്തെ പരാമർശിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. പ്രധാനമായും എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും വാർഷിക ഭൗതിക പരിശോധന നിർബന്ധമാക്കുന്ന 1978 ഗുരുവായൂർ ദേവസ്വം നിയമവും 1980 ചട്ടങ്ങളും ഉണ്ടായിരുന്നിട്ടും 4 പതിറ്റാണ്ടിലേറെയായി അത്തരമൊരു പരിശോധന നടന്നിട്ടില്ല എന്ന് ഓഡിറ്റർമാർ ചൂണ്ടിക്കാട്ടി. 2020-21 ഓഡിറ്റും സമാനമായ നിരീക്ഷണങ്ങൾ തന്നെ നടത്തി. ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടത് ഒറ്റത്തവണത്തെ മേൽനോട്ടമല്ല, മറിച്ച് ഉറച്ച ഭരണപരമായ വീഴ്ചയാണ് എന്ന് സ്ഥിരീകരിച്ചു. നിയമപ്രകാരം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും വാർഷിക ഭൗതിക പരിശോധന നടത്തുകയും എല്ലാ വർഷവും ജൂൺ 30 ഒരു പരിശോധനാ റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് സമർപ്പിക്കുകയും വേണം. 2009 തന്നെ പുറപ്പെടുവിച്ച ഉത്തരവുകൾ ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെ ഈ പരിശോധനയ്ക്ക് വ്യക്തിപരമായി ഉത്തരവാദിയാക്കി. എന്നിരുന്നാലും 2020-21 ഓഡിറ്റിൽ അത്തരമൊരു നടപടിക്രമം നടത്തിയിട്ടില്ല എന്നും ഒരു സ്ഥിരീകരണ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നും സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ കൈവശമുള്ള വസ്തുക്കളുടെയോ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്നും കണ്ടെത്തി. പരിശോധിക്കാത്ത വിലപിടിപ്പുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ഓഡിറ്റിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിലവിലെ ബോർഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് എന്നും വിജയൻ പറഞ്ഞു. നിലവിലെ ഭരണസമിതിയുടെ കീഴിൽ ക്ഷേത്രത്തിന് ലഭിക്കുന്ന എല്ലാ വഴിപാടുകളും സ്വർണവും വെള്ളിയും ഉൾപ്പെടെ എല്ലാം തന്നെ ശരിയായി രേഖപ്പെടുത്തുകയും ഓഡിറ്റ് ആവശ്യകതകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.